KPCC പ്രസിഡന്റാകാൻ ആഗ്രഹമുണ്ടെന്ന് ആവർത്തിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. ജാതി സമവാക്യങ്ങൾ നോക്കി പ്രസിഡന്റുമാരെ വെച്ച് പാർട്ടി ഒരു പരുവമായി. തനിക്ക് ജാതി സപ്പോർട്ട് ആവശ്യമില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പ്രവർത്തന പാരമ്പര്യം വെച്ചാണ് KPCC പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിക്കാൻ ആവശ്യപ്പെടുന്നത്. PR വർക്ക് നടത്താനോ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കാനോ കയ്യിൽ ആളില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. സർക്കാരിനെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിയുടെ തലപ്പത്ത് ശക്തനായ നേതാവ് വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി. 2001 ശേഷം 24 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു രാഷ്ട്രീയ കാര്യസമിതി അംഗമായി തന്നത്. എനിക്കൊരു അയോഗ്യതയില്ല. ഞാൻ ആരുടെയും പുറകിനൊരു സ്ഥാനമാനം ചോദിച്ചു പോയിട്ടില്ല. അറിഞ്ഞൊട്ട് പാർട്ടി തന്നിട്ടുമില്ല, ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നു. അറിഞ്ഞു തരുമെന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അപ്പം ഞാൻ ഈ പേരുകാരെല്ലാം വന്നിരിക്കുന്ന ഓരോ ജാതി സമവാക്യത്തിൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു ജാതി സമവാക്യത്തിൻ്റെയും ഒരു സപ്പോർട്ടും ആവശ്യമില്ല. PR വർക്ക് നടത്താൻ എനിക്ക് ആളില്ല. ഫേക്ക് ഐഡികൾ ഉണ്ടാക്കാൻ എനിക്ക് ആളില്ല. എൻ്റെ കയ്യിൽ ചിലവാക്കാനായിട്ട് പണവുമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ 2 കൈയും നീട്ടി സ്വീകരിക്കും. അതിനകത്ത് യാതൊരു തർക്കവും എനിക്കില്ല. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ KPCC പ്രസിഡന്റ് ആകാൻ നേതാക്കളുടെ നീണ്ട നിരയാണെന്ന് മനസ്സിലാക്കുന്നു. ഓരോരുത്തരായി ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്ത് വരികയാണ്. ഇന്നലെ നമ്മൾ വലിയ വാർത്തയായി സംസാരിച്ചത് ജോസഫ് വാഴക്കന്റെ ആഗ്രഹ പ്രകടനമായിരുന്നു. ദേ തൊട്ട് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താൻ. സജലക്ഷ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ മത്സരമാണ് ഇപ്പോൾ കാണുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം KPCC പ്രസിഡന്റ് ആരാകണമെന്ന ചർച്ചയാണ് നടക്കുന്നത്. എന്തായാലും നിരവധി മുതിർന്ന നേതാക്കൾ, ജോസഫ് വാഴക്കൻ, അതേപോലെ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥാനത്തേക്ക് പേര് പൊതുവെ ഈ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരുന്നു. നേതൃത്വം അത്തരത്തിലൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ താൻ അതിന് തയ്യാറാണ്, ആ രീതിയിൽ വരും, KPCC അധ്യക്ഷനാകാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ കൂടുതൽ വ്യക്തമായി ഈ അവസാനഘട്ടം എന്ന നിലയിൽ വ്യക്തമായി പറയുകയാണ് തനിക്ക് KPCC പ്രസിഡന്റ് ആകാനുള്ള തികഞ്ഞ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈയുണ്ട്, അങ്ങനെയുള്ള പരിചയമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല, ഈ ജാതി സമവാക്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും KPCC പ്രസിഡന്റുമാരെ നിർണ്ണയിക്കുന്നതെന്ന ഒരു ഒളിയമ്പ് കൂടി ഈ കൃത്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകുന്നു എന്നതുകൂടിയുണ്ട്. കാരണം നിലവിലുള്ള KPCC അധ്യക്ഷൻ ഉൾപ്പെടെ അത്തരത്തിലാണ് വന്നത്. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പലതരത്തിലുള്ള ജാതി സമവാക്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് KPCC നേതൃത്വത്തിലേക്ക് വരുന്നത്. ഇതൊരു ശരിയായ നടപടിയല്ല, ശരിയായ രീതിയല്ല. അത് പാർട്ടിയെ പുറകോട്ടടിപ്പിക്കുക എന്നത് തന്നെയാണ് നൽകുക എന്നുകൂടി ഈ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നു. എന്തായാലും കൂടുതൽ വിവാദങ്ങളിലേക്കും കൂടുതൽ ചർച്ചകളിലേക്കും KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ ഈ വാക്ക് തർക്കം അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തുറന്ന പറച്ചിലുമായിട്ട് തനിക്ക് നേതൃത്വത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് തുറന്നു വ്യക്തമാക്കിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ വിവാദം ഇതേ തുടർന്നുണ്ടാവുമെന്ന് ഉറപ്പാണ് ഈ ഘട്ടത്തിൽ. സേതു. ഓക്കെ രതീഷ്, മറ്റൊരു കാര്യം, ഇപ്പം അവിടെ നല്ല മഴയുണ്ടോ രാവിലെ തന്നെ? ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും മഴ ഉണ്ട്. വലിയ ശക്തമായ മഴയില്ല. എന്തായാലും മഴയുടെ അന്തരീക്ഷം തന്നെയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഓറഞ്ച് അലർട്ടുള്ള ദിവസമാണ്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും ജില്ലയിലുള്ള ഒരു ദിവസമാണ്. എന്തായാലും മഴ രാവിലെ ഉണ്ട്. സേതു. ഓക്കെ രതീഷേ, ശരി. ഇപ്പൊ കാസർഗോഡ് മഴ തുടരുന്നു. അതിനൊപ്പം തന്നെ രതീഷ് പറഞ്ഞ വലിയ വാർത്ത എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് ആക്കാൻ കൂടുതൽ നേതാക്കൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി ശക്തമായൊരു നേതാവ്, അല്ലെങ്കിൽ ശക്തനായൊരു നേതാവ് KPCC പ്രസിഡന്റായി വരണം എന്ന കാര്യം പറയുന്നു. അതാണ് നമ്മുടെ വലിയ വാർത്തയും. പ്രിയപ്പെട്ട